ഹലോ കുട്ടികളെ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഇന്നത്തെ വീഡിയോ 11ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. ക്ലാസ് 11ലെ ഫിസിക്സിലെ വർക്ക് എനർജി പവർ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നമ്മൾ ഈ വീഡിയോയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് പറയാൻ കാരണം ഒരൊറ്റ ലോങ്ങർ വീഡിയോ ആയിട്ട് നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കുന്നതിനേക്കാളും ഞാനൊരു 3ഓ 4ഓ പാർട്ടായിട്ട് ഈ ചാപ്റ്റർ അപ്ലോഡ് ചെയ്യും. ഓക്കെ, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്താൻ പോകുന്നത് വർക്കിനെ കുറിച്ചാണ്. വർക്ക് എന്താണെന്ന് പഠിക്കുന്നതിന് മുന്നോടിയായിട്ട് നമുക്കൊരു വെക്ടർ ആൾജിബ്ര കൂടെ പഠിക്കേണ്ടതുണ്ട്, ഡോട്ട് പ്രോഡക്റ്റ് ഓഫ് വെക്ടേഴ്സ്. അപ്പൊ അതും വർക്കിനെ കുറിച്ചിട്ടുള്ള ടോപ്പിക്കുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്താൻ പോകുന്നത്. അപ്പൊ എല്ലാവരും വീഡിയോ ശ്രദ്ധിച്ച് കേൾക്കുക, അവസാനം വരെ കണ്ട് മനസ്സിലാക്കിയിട്ട് പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ. ഇനി നമുക്ക് വീഡിയോയിലോട്ട് കടക്കുന്നതിനേക്കാളും മുന്നേ കോമ്പറ്റേറ്റീവ് എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു ആപ്പ് പരിചയപ്പെടുത്താന്ന് പറയേണ്ട കാര്യമില്ല, കാരണം അൺ അക്കാഡമി നിങ്ങൾക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു ആപ്പ് തന്നെയാണ്. അൺ അക്കാഡമിയുടെ ഐക്കോണിക് സബ്സ്ക്രിപ്ഷൻ പാക്കേജ് ഈസ് ബാക്ക്. ആൻഡ് ഈ ഐക്കോണിക് സബ്സ്ക്രിപ്ഷൻ പാക്കേജ് വഴി നിങ്ങൾ NEET 2022 എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് സമർത്ത് ബാച്ച്, അതുപോലെ സൂപ്പർ അച്ചീവേഴ്സ് ബാച്ച് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സെപ്റ്റംബറിൽ പുതിയ ബാച്ചസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അമേസിംഗ് ആയിട്ടുള്ള ഓഫേഴ്സ് ആണ് അവർ കൊടുത്തിരിക്കുന്നത്. ഈ ഐക്കോണിക് സബ്സ്ക്രൈബേഴ്സിന് കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് പ്ലസ് സബ്സ്ക്രൈബേഴ്സിന് കിട്ടുന്ന എല്ലാ ആക്സസും കിട്ടും. അതുകൂടാതെ ഇന്ററാക്റ്റീവ് ലൈവ് ക്ലാസ്സസ്, ലൈവ് ടെസ്റ്റ് ആൻഡ് ക്യൂസസ്, സ്ട്രക്ചേർഡ് കോഴ്സസ് ആൻഡ് PDF നോട്ട്സ്. ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ലൈവ് ഡൗട്ട് സോൾവിംഗ് ആൻഡ് ലൈവ് മെന്ററിംഗ് സെഷൻ ആണ്. ഇത് കൂടാതെ പ്ലസ് സബ്സ്ക്രൈബേഴ്സിന് നോട്ട്സ് നമുക്ക് ആപ്പ് വഴിയാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ഐക്കോണിക് സബ്സ്ക്രൈബേഴ്സിന് ഫിസിക്കൽ നോട്ട്സ് ആണ് നിങ്ങളുടെ ഡോർ സ്റ്റെപ്പിൽ കിട്ടും എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മെന്റേഴ്സിനെ കണക്ട് ചെയ്യാനായിട്ട് വളരെ ഈസി ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ് പറയുന്നത്. ആപ്പ് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ കൺവീനിയന്റ് ആയിട്ടുള്ള ടൈം, അതുപോലെ ഏത് സബ്ജക്റ്റിനെ കുറിച്ചാണ് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യേണ്ടത്, എന്താണ് നിങ്ങൾ ബ്രീഫായിട്ട് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു പോയിന്റ് എന്നും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഫിക്സ് ചെയ്യുന്ന സമയത്ത് മെന്റേഴ്സ് നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. നോട്ട്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ടോപ്പ് റാങ്കേഴ്സ് റിവ്യൂ ചെയ്തിട്ടുള്ള, ടോപ്പ് ഫാക്കൽറ്റീസ് ക്യൂറേറ്റ് ചെയ്തിട്ടുള്ള, നിങ്ങൾക്ക് എവിടെ നിന്നും ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഏറ്റവും ബെസ്റ്റ് നോട്ട്സ് ആണ് അവർ പ്രൊവൈഡ് ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഐക്കോണിക് സബ്സ്ക്രൈബേഴ്സിന് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് നിങ്ങൾക്ക് ഫിസിക്കൽ ആയിട്ടുള്ള നോട്ട് നിങ്ങളുടെ ഡോർ സ്റ്റെപ്പിൽ ഡെലിവർ ചെയ്യുന്ന പോലെയാണ് അൺ അക്കാഡമി പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇനി അൺ അക്കാഡമിയുടെ കോംബോ ഓഫേഴ്സ്, അതായത് നിങ്ങൾ 11th and 12th പ്രിപ്പറേഷനോടൊപ്പം തന്നെ NEET അല്ലെങ്കിൽ JEE അല്ലെങ്കിൽ NEET and JEE കോമ്പിനേഷൻ കോഴ്സസും കൂടെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ഇനി മറ്റൊരു കാര്യം കൂടി ഉള്ളത്, ഈ സബ്സ്ക്രിപ്ഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് JESNOF എന്ന് പറയുന്നത് JESNOF എന്നൊരു കോഡ് യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു അഡീഷണൽ ആയിട്ട് 10% ഡിസ്കൗണ്ടോട് കൂടി സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റും. അപ്പൊ എല്ലാവരും സമയം കളയേണ്ട, അൺ അക്കാഡമിയുടെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഏറ്റവും നല്ല രീതിയിൽ തന്നെ യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കാം. നമുക്ക് നമ്മുടെ ക്ലാസ്സിലോട്ട് കടക്കാം. വർക്ക് എനർജി ആൻഡ് പവർ ഞാൻ പറഞ്ഞു, ഈ വീഡിയോയിൽ നമ്മൾ സ്കേലാർ പ്രോഡക്റ്റ് ഓഫ് വെക്ടേഴ്സിനെ കുറിച്ചും വർക്കിനെ കുറിച്ചുമാണ് പഠിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ നമ്മുടെ ടോപ്പിക്കിലോട്ട് കടക്കുമ്പോൾ വർക്ക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ടോപ്പിക്കാണ്, കാരണം ക്ലാസ് 9th നമ്മൾ വർക്കിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ നമ്മൾ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് വർക്കിന് വേണ്ടി കൊടുക്കുന്നത്. അപ്പൊ വർക്ക് എന്താണെന്ന് പഠിക്കുന്നതിനേക്കാൾ മുന്നേ ആയിട്ട് നമുക്കൊരു വെക്ടർ ആൾജിബ്ര പഠിക്കേണ്ടതുണ്ട്. മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ വെക്ടേഴ്സിനെ കുറിച്ചുള്ള ഒരു ബേസിക് ഐഡിയ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് റിസൾട്ടന്റ് കണ്ടുപിടിക്കുക, അതുപോലെ എങ്ങനെയാണ് ഒരു വെക്ടറിനെ 2 കമ്പോണൻസ് ആയിട്ട് റിസോൾവ് ചെയ്യുക, ഈ വക കാര്യങ്ങളെല്ലാം നമ്മൾ എവിടെ പഠിച്ചു? മോഷൻ ഇൻ എ പ്ലെയിനിൽ പഠിച്ചു. റിസൾട്ടന്റ് എന്ന് പറയുന്നത് 2 വെക്ടേഴ്സിനെ ആഡ് ചെയ്യോ സബ്ട്രാക്ട് ചെയ്യോ ഒക്കെ ചെയ്യുന്നതാണ്. ഇനി വെക്ടർ മൾട്ടിപ്ലിക്കേഷൻ 2 രീതിയിൽ ചെയ്യാൻ പറ്റും. ഒരു മെത്തേഡിനെ പറയുന്ന പേരാണ് ഡോട്ട് പ്രോഡക്റ്റ് അഥവാ സ്കേലാർ പ്രോഡക്റ്റ്. മറ്റൊരു മെത്തേഡും കൂടി ഉണ്ട്, അതിന് പറയുന്ന പേരാണ് വെക്ടർ പ്രോഡക്റ്റ് അഥവാ ക്രോസ് പ്രോഡക്റ്റ്. ഈ ഒരു ചാപ്റ്ററിന് വേണ്ടിയിട്ട് നമുക്ക് ഡോട്ട് പ്രോഡക്റ്റ് ആണ് പഠിക്കാനുള്ളത്. വെക്ടർ പ്രോഡക്റ്റ് നമ്മൾ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ഇൻട്രൊഡക്ഷൻ ആയിട്ട് പഠിക്കാം. കാരണം ഈ ഒരു ചാപ്റ്റർ പഠിക്കാനായിട്ട് നമുക്ക് ഡോട്ട് പ്രോഡക്റ്റ് ആണ് ആവശ്യം വരുന്നത്. ഡോട്ട് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് 2 വെക്ടേഴ്സിനെ നമ്മൾ ഡോട്ട് സിമ്പിൾ ഉപയോഗിച്ചുകൊണ്ട് പ്രോഡക്റ്റ് എടുക്കുന്ന സമയത്ത് റിസൾട്ടന്റ് ആയിട്ട് കിട്ടാൻ പോകുന്നത് ഒരു സ്കേലാർ വാല്യൂ ആയിരിക്കും. 2 വെക്ടേഴ്സിനെയാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്, പക്ഷെ അതിന്റെ റിസൾട്ടന്റ് എന്ന് പറയുന്നത് ഒരു സ്കേലാർ വാല്യൂ ആയിരിക്കും. ഡോട്ട് പ്രോഡക്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ 2 വെക്ടേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. ലെറ്റ് us say വെക്ടർ A and B. ഇവ തമ്മിൽ ഒരു തീറ്റ എന്ന് പറയുന്ന ആംഗിൾ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഡോട്ട് പ്രോഡക്റ്റിന്റെ ആൻസർ കണ്ടുപിടിക്കുന്നത് A dot B equal to magnitude of A into magnitude of B into cos theta എന്ന് പറയുന്ന ഫോർമുല ഉപയോഗിച്ചുകൊണ്ടാണ്. ഇവിടുന്ന് നമുക്ക് തീറ്റ വേണമെങ്കിൽ തിരിച്ച് കണ്ടുപിടിക്കാം. A dot B അറിയാമെന്നുണ്ടെങ്കിൽ cos theta will be equal to vector A dot B divided by magnitude of A into magnitude of B. ഈ ഒരു ഫോർമുല നമ്മൾ മസ്റ്റ് ആയിട്ടും പഠിച്ചു വെക്കണം. ഇത് ഈ ചാപ്റ്റർ പഠിക്കാൻ വേണ്ടി മാത്രമല്ല, നമ്മൾ പോകെ ഇനി
11th-ലും 12th-ലും ഒക്കെ ആണെങ്കിലും ഫിസിക്സിൽ പലയിടത്തും ഈ സ്കേലാർ പ്രോഡക്റ്റ് യൂസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. അവിടെ എല്ലാം നമുക്ക് രണ്ട് വെക്ടേഴ്സ് ഇൻ ജനറൽ ആണ് എ ആൻഡ് ബി എന്ന് പറയുന്നത്. ഈ രണ്ട് വെക്ടേഴ്സ് വേണമെങ്കിൽ ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ആവാം, അല്ലെങ്കിൽ വെലോസിറ്റി ആവാം, അങ്ങനെ ഏത് രീതിയിലുള്ള വെക്ടേഴ്സ് ആണെങ്കിലും നമുക്ക് ഇൻ ജനറൽ ഇഫ് ദർ ആർ ടു വെക്ടേഴ്സ് എ ആൻഡ് ബി, dot product of two vectors will give you a formula, can be found out by using the formula AB cos theta. ഇതിപ്പോ ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും ആണെങ്കിൽ FS cos theta എന്ന് എഴുതാം. അതുപോലെ ഏത് വെക്ടറിനും ഇപ്പൊ ജനറൽ ആയിട്ട് നമ്മൾ AB എന്ന് പഠിക്കുന്നു. ഓക്കെ, അപ്പൊ ഈ ഒരു ഫോർമുല നമ്മൾ കമ്പൽസറി ആയിട്ട് പഠിച്ചു വെക്കണം. ഇനി ഡോട്ട് പ്രോഡക്റ്റിന്റെ കുറച്ച് പ്രോപ്പർട്ടീസും കൂടെ നമുക്കൊന്ന് പഠിച്ചു വെക്കാം. ഒന്നാമത്തെ പ്രോപ്പർട്ടി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഞാൻ പറഞ്ഞു, നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാൻ പോകുന്നത് രണ്ട് വെക്ടേഴ്സിനെയാണ്. പക്ഷെ അതിന്റെ റിസൾട്ട് എന്തായിരിക്കും? ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആയിരിക്കും. ഡോട്ട് പ്രോഡക്റ്റ് മെത്തേഡിലാണ് നമ്മൾ ഈ വെക്ടേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിന്റെ റിസൾട്ട് ഈസ് ഗോയിങ് ടു ബി എ സ്കേലാർ ക്വാണ്ടിറ്റി. രണ്ടാമത്തെ പ്രോപ്പർട്ടി, ഡോട്ട് പ്രോഡക്റ്റ് ഓർ സ്കേലാർ പ്രോഡക്റ്റ് ഈസ് കമ്മ്യൂട്ടേറ്റീവ്. നമ്മൾ പ്രോഡക്റ്റിന്റെ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ട്. എന്താണ് ഈ കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറഞ്ഞാൽ? A into B is equal to B into A അല്ലെ? അപ്പൊ ഡോട്ട് പ്രോഡക്റ്റ് ഓർ സ്കേലാർ പ്രോഡക്റ്റ് ഈസ് കമ്മ്യൂട്ടേറ്റീവ് എന്ന് വെച്ചാൽ വെക്ടർ A ഡോട്ട് B ചെയ്താലും ഇനി വെക്ടർ B നെ ഡോട്ട് പ്രോഡക്റ്റ് വിത്ത് A ചെയ്താലും നമുക്ക് സെയിം ആൻസർ ആണ് കിട്ടാൻ പോകുന്നത്. മൂന്നാമത്തെ പ്രോപ്പർട്ടി, ഡോട്ട് പ്രോഡക്റ്റ് ഇസ് ഡിസ്ട്രിബ്യൂട്ടീവ് ഓൾസോ. ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി ഓഫ് മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. എന്താണ്? A ഡോട്ട് B പ്ലസ് സി. അതായത് നമ്മൾ ആദ്യം രണ്ട് വെക്ടേഴ്സിന്റെ സമ്മ് കണ്ടുപിടിച്ചു, B പ്ലസ് സി കണ്ടുപിടിച്ചിട്ട് A ഡോട്ട് ദ റിസൾട്ട് ചെയ്താലും A ഡോട്ട് B പ്ലസ് A ഡോട്ട് സി ചെയ്താലും നമുക്ക് സെയിം ആൻസർ ആണ് വരുന്നത്. ഡിസ്ട്രിബ്യൂട്ടീവ് ലോ കൂടെ ഒബേ ചെയ്യുന്നതാണ് ഡോട്ട് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് മൂന്നാമത്തെ പ്രോപ്പർട്ടി. അടുത്ത പ്രോപ്പർട്ടി എന്ന് പറയുന്നത് I, J, K എന്ന് പറയുന്ന യൂണിറ്റ് വെക്ടേഴ്സ് നമ്മൾ എവിടെ പഠിച്ചിരുന്നു? ആദ്യം വെക്ടേഴ്സിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാക്കിയപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഈ I, J, K യുടെ മീനിങ് എന്താണ്? I എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ യൂണിറ്റ് വെക്ടർ എലോങ് എക്സ് ആക്സിസ്. പ്രത്യേകത, ഐന്റെ മാഗ്നിറ്റ്യൂഡ് ഓഫ് I is equal to 1. അതുകൊണ്ടാണ് നമുക്ക് അതിനെ യൂണിറ്റ് വെക്ടർ എന്ന് പറയുന്നത്. I എന്ന് പറയുന്നത് എക്സ് ആക്സിസിലുള്ള, അതായത് നമുക്കിപ്പോ XYZ ആക്സിസ് എടുക്കുവാണെങ്കിൽ എക്സ് ആക്സിസിലുള്ള യൂണിറ്റ് വെക്ടറിനെയാണ് I എന്ന് പറയുന്നത്. Y ആക്സിസിലുള്ള യൂണിറ്റ് വെക്ടറിനെയാണ് J ക്യാപ്പ് എന്ന് പറയുന്നത്. Z ആക്സിസിലുള്ള യൂണിറ്റ് വെക്ടറാണ് K ക്യാപ്പ്. ഇനി I ഡോട്ട് I എവിടെയെങ്കിലും വരുവാണെങ്കിൽ, നമ്മൾ ജനറൽ ആയിട്ട് പഠിച്ചു വെക്ടർ A ഡോട്ട് B എന്ന് പറയുന്നത് എന്തായിരുന്നു? AB cos theta എന്നാണ് അല്ലെ? അപ്പൊ I ഡോട്ട് I എന്ന് പറഞ്ഞാൽ ഐയുടെ മാഗ്നിറ്റ്യൂഡ് ഓഫ് I is 1. Again we are taking the dot product with the same vector, right? അപ്പൊ 1 into 1 into cos I dot I, അതായത് I എന്ന് പറയുന്ന വെക്ടർ X ഡയറക്ഷനിലാണ്, again I എന്ന് പറയുന്ന X ഡയറക്ഷനിൽ തന്നെയാണ് അല്ലെ? അപ്പൊ ആംഗിൾ ബിറ്റ്വീൻ ദ സെയിം വെക്ടർ എന്ന് പറഞ്ഞാൽ 0 ആണ്. cos 0 is nothing but 1. അപ്പൊ 1 into 1 into 1 എന്ന് പറയുമ്പോൾ നമുക്ക് ആൻസർ 1 ആണ് കിട്ടുക. ഇത് I ഡോട്ട് ഐക്ക് മാത്രമല്ല, J ഡോട്ട് ജെയും K ഡോട്ട് കെയും എല്ലാം 1 തന്നെയാണ്. അപ്പോൾ ഈ ഒരു കാര്യം പ്രോപ്പർട്ടി ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കുക. നമ്മൾ യൂണിറ്റ് വെക്ടേഴ്സ് എടുക്കുന്ന സമയത്ത് I ഡോട്ട് I വിൽ ബി ഈക്വൽ ടു J ഡോട്ട് J വിൽ ബി ഈക്വൽ ടു K ഡോട്ട് K. ഇനി അടുത്തത് നമ്മൾ ഡോട്ട് പ്രോഡക്റ്റ് ബിറ്റ്വീൻ ഈ ക്രോസ് ആയിട്ട് എടുക്കുവാണെങ്കിൽ, അതായത് I ഡോട്ട് J എടുത്തു എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ജനറൽ ഇക്വേഷൻ എന്താണ്? A ഡോട്ട് B ഈക്വൽ ടു AB cos theta, റൈറ്റ്? അപ്പോൾ ഐയുടെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് 1 ആണ്, ഇൻറ്റു ജെയുടെ മാഗ്നിറ്റ്യൂഡ് ഇസ് ഫർദർ 1 into cos I എന്ന് പറയുന്നത് X ഡയറക്ഷനിലായിരുന്നു, J എന്ന് പറയുന്നത് Y ഡയറക്ഷനിലാണ്. അപ്പൊ ഈ രണ്ട് വെക്ടേഴ്സ് തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? 90. cos 90 എന്ന് വെച്ചാൽ എത്രയാണ്? 0. അപ്പൊ 1 into 1 into 0 എന്ന് പറയുമ്പോൾ 0 ആണ് ആൻസർ കിട്ടുക. അത് I ഡോട്ട് ജെക്ക് മാത്രമല്ല, നമ്മൾ മിക്സ് ചെയ്തിട്ട്, അതായത് J ഡോട്ട് K, K ഡോട്ട് I ഇതെല്ലാം എടുത്താൽ അതിന്റെ ആൻസർ എന്താണ് ആവാൻ പോകുന്നത്? 0 ആണ് ആവാൻ പോകുന്നത്. അപ്പൊ ഇത് മറ്റൊരു സ്പെഷ്യൽ ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. ഇതെല്ലാം ഞാൻ പറഞ്ഞു ഈ ചാപ്റ്ററിനോട്ട് മാത്രമല്ല, നമുക്ക് 11th-ലും 12th-ലും എല്ലാം എവിടെയൊക്കെ നമുക്ക് ഡോട്ട് പ്രോഡക്റ്റ് വരുന്നുണ്ടോ അവിടെ എല്ലാം നമ്മൾ പലപ്പോഴായിട്ട് ഉപയോഗിക്കേണ്ടതും കൂടെയാണ്. അപ്പൊ ഇതൊക്കെ ഒന്ന് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി വെച്ച് പഠിച്ചു പോകണം കേട്ടോ. അടുത്തത്, രണ്ട് വെക്ടേഴ്സിനെ നമുക്ക് കമ്പോണൻസിന്റെ ടേംസിൽ തന്നോന്ന് വിചാരിക്കും. പലപ്പോഴും നമുക്ക് ഈ ഡിസ്പ്ലേസ്മെന്റ് ഒക്കെ ഇങ്ങനെ തരും. വെക്ടർ R is equal to 2I cap minus 5J cap plus 6K cap എന്നൊക്കെ പറഞ്ഞിട്ട് തരും. അപ്പൊ ഈ 2 minus 5 plus 6 എന്നൊക്കെ പറയുന്നതാണ് കമ്പോണന്റ് ഓഫ് ദ വെക്ടർ എലോങ് X, Y and Z ഡയറക്ഷൻ. അപ്പൊ ഈ 2, 5, 6 എന്നൊക്കെ ഉള്ളതിന് പകരം ഞാൻ ജനറൽ ആയിട്ട് AXI cap plus AYJ cap plus AZK cap. ഇനി മറ്റൊരു വെക്ടറിന് മറ്റ് എന്താ പറയാ നമ്പേഴ്സ് ഉണ്ടായിരിക്കും.
അതിനെ ജനറൽ ആയിട്ട് നമ്മൾ BXI cap പ്ലസ് BYJ cap പ്ലസ് BZK cap എന്ന് എടുക്കുന്നു. ഈ രീതിയിലാണ് നമുക്ക് വെക്ടേഴ്സ് തന്നിട്ടുള്ളത് ചോദ്യത്തിലെങ്കിൽ. ഞാൻ പറഞ്ഞു രണ്ട് വെക്ടേഴ്സിന്റെ മാഗ്നിറ്റ്യൂഡും ആ രണ്ട് വെക്ടേഴ്സ് തമ്മിലുള്ള ആംഗിളും തരുവാണെങ്കിൽ നമുക്ക് A.B കണ്ടുപിടിക്കാനായിട്ട് AB cos θ എന്ന് പറയുന്ന ഫോർമുല ഉപയോഗിച്ചാൽ മതി. അതായത് രണ്ട് വെക്ടേഴ്സിന്റെ മാഗ്നിറ്റ്യൂഡും ആംഗിൾ ബിറ്റ്വീൻ ദെമും തന്നിട്ടുണ്ടെങ്കിൽ. ഇനി ചില സമയത്ത് എന്ത് സംഭവിക്കും? ഈ ആംഗിൾ ഒന്നും തരില്ല, അതിന് പകരം വെക്ടേഴ്സിനെ ഈ അതിന്റെ കമ്പോണൻസിന്റെ ടേംസിൽ നമുക്ക് തരും. ആ സമയത്ത് A.B കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു ഫോർമുല മാത്രം ഉപയോഗിച്ചാൽ മതി, വിച്ച് ഇസ് AX/BX പ്ലസ് AY/BY പ്ലസ് AZ/BZ. അതായത് ഇപ്പൊ വെക്ടർ R1 എന്ന് പറയുന്നത് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്ന ഈ നമ്പർ തന്നെ. ഇനി R2 എന്ന് പറയുന്നത് സി ഫോർ എക്സാമ്പിൾ ഇറ്റ് ഇസ് 3I cap പ്ലസ് 2J cap മൈനസ് K cap എന്നാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെയാ R1 ഡോട്ട് R2 കണ്ടുപിടിക്കുന്നത്? അക്കോർഡിംഗ് ടു ദിസ് ഫോർമുല AX/BX, അതായത് 2 into 3 which is 6 minus 5 into 2 which is minus 10 and 6 into ഇവിടെ മൈനസ് K cap എന്ന് എഴുതി. അതിന്റെ അർത്ഥം എന്താ? അതിന്റെ കൂടെയുള്ള നമ്പർ -1 എന്നാണ്. അപ്പൊ -6. അപ്പൊ 6 - 6 എന്ന് പറഞ്ഞാൽ 0 ആയി പോവും. ആൻസർ നമുക്ക് കിട്ടാൻ പോകുന്നത് -10 ആണ്. അപ്പൊ ജനറലി നമ്മൾ പഠിച്ചു വെക്കേണ്ട ഫോർമുല AX/BX പ്ലസ് AY/BY പ്ലസ് AZ/BZ ആണ്. നമുക്ക് പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഈ ഒരു രീതിയിലുള്ള പ്രോബ്ലംസ് ചെയ്യാം. ഞാനിപ്പോ ജനറൽ ആയിട്ടൊന്ന് പറഞ്ഞു തന്നതാണ്. ഇങ്ങനെയാണ് നമുക്ക് ഡോട്ട് പ്രോഡക്റ്റ് ഓഫ് ടു വെക്ടേഴ്സ് വെൻ ദ വെക്ടേഴ്സ് ആർ ഗിവൺ ഇൻ ടേംസ് ഓഫ് കമ്പോണൻസ്. ഇനി രണ്ട് വെക്ടേഴ്സും അവ തമ്മിലുള്ള ആംഗിളും തരുവാണെങ്കിൽ AB cos θ ഉപയോഗിക്കാം. കമ്പോണൻസ് ആയിട്ട് തരുവാണെങ്കിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എങ്ങനെയാണ്? AX/BX പ്ലസ് AY/BY പ്ലസ് AZ/BZ എന്ന് പറയുന്ന ജനറൽ ഫോർമുല പഠിച്ചു വെക്കുക. പിന്നെ നമുക്ക് ക്വസ്റ്റിന് തന്നിരിക്കുന്നതിനനുസരിച്ച് നമുക്കത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. പ്രോബ്ലംസ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. അന്നേരം കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും എന്നാണ് വിചാരിക്കുന്നത്. ഈ ഫോർമുല ഒന്ന് പഠിച്ചു വെക്കാൻ ശ്രമിക്കുക കേട്ടോ. ഇനി അപ്പൊ ഡോട്ട് പ്രോഡക്റ്റിനെ കുറിച്ച് ഒരു ഏകദേശ ധാരണ നിങ്ങൾക്ക് കിട്ടി. ഡോട്ട് പ്രോഡക്റ്റിന്റെ റിസൾട്ട് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആയിരിക്കും. ഇനി പറയാൻ വന്നത് വർക്കിനെ കുറിച്ചാണ്. ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫസ്റ്റ് ടോപ്പിക് ആണ് വർക്ക് എന്ന് പറയുന്നത്. ഒരു കുതിര ഇങ്ങനെ ആളെ വലിച്ചു കൊണ്ടുപോകുന്നു. The horse is doing some work, right? ഇനി ഒരു ആൾ ഇങ്ങനെ സ്റ്റെപ്പ് കയറി പോകുന്ന സമയത്ത് he is also doing some work. നമ്മൾ പറയുന്നു അല്ലെ, അദ്ദേഹം ഒരു വർക്ക് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഒരു കാർ റോഡിലൂടെ ഇങ്ങനെ പോകുമ്പോൾ we say that the engine of the car is doing some work, right? ഇനി ഒരു ഏതെങ്കിലും ഒരു വസ്തു മുകളിൽ നിന്ന് താഴേക്ക് വരുന്നുണ്ടെങ്കിൽ a force is acting on it, which is called what? Gravitational force, അല്ലെ? അപ്പൊ gravitational force is doing some work on the object. That is why the object is falling downwards. അപ്പൊ പല സന്ദർഭങ്ങളിലായിട്ട് നമുക്ക് വർക്ക് ചെയ്തു എന്ന് പറയാറുണ്ട്. വർക്കിനെ ഡിഫൈൻ ചെയ്യുന്നത് ഇപ്പൊ 9th നമ്മൾ ജസ്റ്റ് പ്രോഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് മാത്രമേ പഠിച്ചിട്ടുണ്ടാവുള്ളൂ. പക്ഷെ 11th വരുന്ന സമയത്ത് ഈ ഡെഫിനേഷനിൽ ചെറിയൊരു വ്യത്യാസം അല്ലെങ്കിൽ ചെറിയൊരു മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യം കൂടെ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് വർക്ക് ഡൺ ബൈ ദ ഫോഴ്സിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണ്? ഇറ്റ് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് component of force in the direction of displacement and the displacement. Okay, അതായത് വർക്ക് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഫോഴ്സ് ഇൻ ടു ഡിസ്പ്ലേസ്മെന്റ് ഇറ്റ് സെൽഫ്. പക്ഷെ കംപ്ലീറ്റ് ഫോഴ്സ് ഇസ് നോട്ട് ഗോയിങ് ടു കോൺട്രിബ്യൂട്ട് ടുവേർഡ്സ് വർക്ക്. ഡിസ്പ്ലേസ്മെന്റിന്റെ ഡയറക്ഷനിൽ എത്രത്തോളം ഫോഴ്സ് ആണോ ആക്ട് ചെയ്തത് ആ ഫോഴ്സ് ഇൻ ടു ഡിസ്പ്ലേസ്മെന്റ്, അങ്ങനെയാണ് നമുക്ക് വർക്കിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നത്. ഇറ്റ് ക്യാൻ ബി ടേക്കൺ ആസ് എ സ്കെയിലാർ പ്രോഡക്റ്റ് or dot product of the vectors F and S. നമ്മൾ പറയുന്നു ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. ഡിസ്പ്ലേസ്മെന്റ് ഇസ് ഓൾസോ എ വെക്ടർ ക്വാണ്ടിറ്റി. പക്ഷെ വർക്ക് ഇസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി. അപ്പൊ ഫോഴ്സിന്റെയും ഡിസ്പ്ലേസ്മെന്റിന്റെയും എന്തെടുക്കണം? ഡോട്ട് പ്രോഡക്റ്റ്. ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? Fs cos theta. If F is a vector, S is a vector, F dot S will be equal to Fs cos theta. അപ്പൊ വർക്കിനെ നമ്മൾ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു. 9th നമ്മൾ ജസ്റ്റ് ഫോഴ്സ് ഇൻടു ഡിസ്പ്ലേസ്മെന്റ് മാത്രമേ പഠിച്ചുള്ളൂ. പക്ഷെ ഇവിടെ നമുക്ക് കുറച്ചുകൂടെ കൃത്യമായിട്ട് മനസ്സിലായി. ഇറ്റ് കനോട്ട് ബി എനി കൈൻഡ് ഓഫ് പ്രോഡക്റ്റ്, ഇറ്റ് ഷുഡ് ബി ദ സ്കെയിലാർ പ്രോഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ്. നമുക്ക് മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാനായിട്ട് Fs cos theta എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ കൂടെ ഉപയോഗിക്കാം. വർക്ക് ഡൺ ബൈ പാരലൽ ഫോഴ്സ്. പാരലൽ ഫോഴ്സ് ഇപ്പൊ ഞാൻ പറഞ്ഞു, നമ്മൾ വർക്ക് ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു? പ്രോഡക്റ്റ് ഓഫ് ഫോഴ്സ്
in the direction of displacement and the displacement എന്ന് അല്ലെ. അപ്പൊ പാരലൽ ഫോഴ്സ് എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ ടേബിളിൽ ഒരു ബ്ലോക്ക് ഓഫ് മാസ് വെച്ചിട്ട് അതൊരു ബുക്ക് ആവാം എന്തോ ആയിരിക്കട്ടെ. ഓക്കെ, ഇതിനെ നമുക്ക് ഒരു ഡിസ്പ്ലേസ്മെന്റ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് രീതിയിൽ അല്ലെങ്കിൽ കുറെ ഏറെ രീതിയിൽ അതിന്റെ പുറത്ത് ഫോഴ്സ് അപ്ലൈ ചെയ്യാം. നമുക്ക് നേരെ പാരലൽ ആയിട്ട് അതിനെ കൈവച്ചൊന്ന് തള്ളി കൊടുക്കാം അല്ലെ, അപ്പോഴും അത് ഡിസ്പ്ലേസ്ഡ് ആവുന്നുണ്ട്. അപ്പൊ ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ഫോഴ്സിന്റെ ഡയറക്ഷനും ഡിസ്പ്ലേസ്മെന്റ് ഡയറക്ഷനും സെയിം തന്നെയാണ്. അപ്പൊ വാട്ട് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് ഹിയർ? രണ്ട് പാരലൽ ഡയറക്ഷൻ ഉണ്ടെങ്കിൽ അവ തമ്മിലുള്ള ആംഗിൾ ഇസ് ഗോയിങ് ടു ബി 0 ഡിഗ്രി അല്ലെ. അപ്പൊ ഇവിടെ എഫ് എസ് കോസ് തീറ്റ എന്ന് എഴുതുമ്പോ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ഇൻറ്റു കോസ് 0 എന്ന് എഴുതാം, ബിക്കോസ് ദ ഫോഴ്സ് ഇസ് എ പാരലൽ ഫോഴ്സ്. അങ്ങനെ വരുന്ന സമയത്ത് വർക്ക് എന്ന് പറയുന്നത് എഫ് ഇൻറ്റു എസ് ആയിരിക്കും. ഇനി എപ്പോഴാണ് എഫ് എസ് കോസ് തീറ്റ നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് ഉപയോഗിക്കേണ്ടി വരുന്നത്? ഇപ്പൊ ഇതേപോലെ തന്നെ നമുക്ക് ഒരു ഒബ്ലീക് ഫോഴ്സ് ആണ്. ഒബ്ലീക് ഫോഴ്സ് എന്ന് വെച്ചാൽ ഇപ്പൊ ഈ ഒരു ബുക്ക് അത് തള്ളി മാറ്റാനായിട്ട് നമ്മളിങ്ങനെ നേരെ പാരലി തന്നെ ഫോഴ്സ് അപ്ലൈ ചെയ്യണമെന്നില്ല, കൈവച്ച് ഈ ഒരു രീതിയിൽ നമുക്ക് ഫോഴ്സ് അപ്ലൈ ചെയ്യാം അല്ലെ. അപ്പൊ സംഭവിക്കുന്നത് എന്താ? വസ്തു ഡിസ്പ്ലേസ്ഡ് ആവുന്നുണ്ട്, പക്ഷെ നമ്മൾ കുറേയും കൂടെ ഫോഴ്സ് കൊടുത്താലാണ് ഇത്രത്തോളം ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് എത്തിക്കാൻ പറ്റുള്ളൂ അല്ലെ. കാരണം ഇവിടെ ഫോഴ്സിന്റെയും ഡിസ്പ്ലേസ്മെന്റിന്റെയും ഡയറക്ഷൻ അലോങ് ദ സെയിം ഡയറക്ഷൻ അല്ല, ദെൽ ബി ഹാവിംഗ് എൻ ആംഗിൾ തീറ്റ ബിറ്റ്വീൻ ദം. ആ സമയത്ത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? W എന്ന് പറയുന്നത് എഫ് കോസ് തീറ്റ ഇൻറ്റു എസ് ആണ്, വിച്ച് ഇസ് നത്തിങ് ബട്ട് എഫ് എസ് കോസ് തീറ്റ. അതിനെയാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുന്നത്? വെക്ടർ എഫ് ഡോട്ട് എസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും ആണ് നമ്മൾ പഠിക്കേണ്ട കാര്യമുള്ളൂ. വർക്ക് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സ്കേലാർ പ്രോഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ്. ഇനി വർക്ക് ഡൺ 0 ആകുന്ന പല സന്ദർഭങ്ങളും ഉണ്ട്. എപ്പോഴൊക്കെയാണ് വർക്ക് 0 ആകുന്നത് നമുക്ക് നോക്കാം. ഒന്നാമത്തേത്, ഇപ്പൊ വർക്ക് ഡൺ 0 ആണെങ്കിൽ എഫ് എസ് കോസ് തീറ്റയാണ് നമുക്ക് വർക്കിന്റെ ഇക്വേഷൻ. ഫോഴ്സ് 0 ആണെങ്കിൽ ഡെഫിനറ്റ്ലി വർക്ക് ഈസ് ഗോയിങ് ടു ബി 0. ഡിസ്പ്ലേസ്മെന്റ് 0 ആണെങ്കിലും എന്താവും? വർക്ക് 0 ആയി പോവും. ഇനി കോസ് തീറ്റ എന്ന് പറയുന്നത് 0 ആയാൽ, കോസ് തീറ്റ എപ്പോഴാണ് 0 ആവുന്നത്? തീറ്റ ഷുഡ് ബി ഈക്വൽ ടു 90 ഡിഗ്രി. അതായത് ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും തമ്മിലുള്ള ആംഗിൾ, ഒരു ഫോഴ്സ് പെർപെൻഡിക്കുലർ ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, ഡിസ്പ്ലേസ്മെന്റിനോട് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സമയത്തും വർക്ക് ഈസ് സെഡ് ടു ബി 0. ഇതെല്ലാം നമുക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ? വെൻ ക്യാൻ ദ വർക്ക് ബി 0? അല്ലെങ്കിൽ ഏതെങ്കിലും പെർട്ടിക്കുലർ എക്സാമ്പിൾ സിറ്റുവേഷൻ തന്നിട്ട് വർക്ക് ഇവിടെ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ 0 ആണോ എന്നൊക്കെ ഐഡന്റിഫൈ ചെയ്യാനായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു, if a force is applied on a body but if it is not producing any displacement, force നമ്മൾ വളരെയധികം ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട് പക്ഷെ ഡിസ്പ്ലേസ്മെന്റ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ വർക്ക് ഇസ് സെറ്റ് ടു ബി 0. അതായത് നമ്മളൊരു ബുക്ക് കുറെ നേരം ഹോൾഡ് ചെയ്ത് പിടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ കുറെ നേരം ഫോഴ്സ് ഒക്കെ അപ്ലൈ ചെയ്യേണ്ടി വരും ഗ്രാവിറ്റീനെ ഓവർകം ചെയ്യാനായിട്ട്. പക്ഷെ ദ ബുക്ക് ഇസ് നോട്ട് ഗെറ്റിംഗ് ഡിസ്പ്ലേസ്ഡ് എനിവേർ, റൈറ്റ്? അപ്പൊ വർക്ക് 0 ആണ്. ഇനി മറ്റൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ വലിയ ശക്തി ഉപയോഗിച്ചിട്ട് ഒരു ചുമരിങ്ങനെ തള്ളുവാണെന്ന് വിചാരിക്കാം. ഫോഴ്സ് വളരെയേറെ അപ്ലൈ ചെയ്യേണ്ടി വരുന്നുണ്ട്, ബട്ട് ദാറ്റ് വാൾ ഇസ് നോട്ട് ഗോയിങ് ടു മൂവ് എനിവേ, റൈറ്റ്? അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവുന്നില്ല, വിച്ച് മീൻസ് വർക്ക് ഇസ് 0. അപ്പൊ എവിടെയൊക്കെ ഹെവി ആയിട്ടുള്ള ഫോഴ്സ് അപ്ലൈ ചെയ്താലും ഇഫ് ദാറ്റ് ഫോഴ്സ് ഇസ് നോട്ട് ഏബിൾ ടു പ്രൊഡ്യൂസ് ഡിസ്പ്ലേസ്മെന്റ്, വിച്ച് മീൻസ് വർക്ക് വിൽ ബി 0. ഇനി ഫോഴ്സ് ഉണ്ട്, മീൻസ് ഫോഴ്സ് 0 ആണ് എന്നുണ്ടെങ്കിലും നമുക്ക് എന്ത് പറയാൻ പറ്റും? വർക്ക് ഇസ് സെറ്റ് ടു ബി 0. അതായത് ഒരു ബ്ലോക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് സംഭവിക്കുന്നുണ്ട്, പക്ഷേ ഒരു ഫ്രിക്ഷൻലെസ് ആയിട്ടുള്ള സർഫസിലൂടെ കോൺസ്റ്റന്റ് വെലോസിറ്റി, അതായത് യൂണിഫോം മോഷൻ വെച്ചാൽ എന്താ? കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അക്കോർഡിംഗ് ടു ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ, ടു കീപ് എൻ ഒബ്ജക്ട് മൂവ് വിത്ത് കോൺസ്റ്റന്റ് വെലോസിറ്റി വി ഡോണ്ട് റിക്വയർ എനി ഫോഴ്സ്, അല്ലെ? ഒരു ഫോഴ്സ് കൊടുത്തില്ലെങ്കിലും എൻ ഒബ്ജക്ട് ക്യാൻ കണ്ടിന്യൂ ഇൻ ദ സ്റ്റേറ്റ് ഓഫ് യൂണിഫോം മോഷൻ. അപ്പോ അവിടെയും എന്താണ്? വർക്ക് 0 ആണ്. ഇവിടെ മോഷൻ നടക്കുന്നുണ്ട് പക്ഷെ ഫോഴ്സ് ഇല്ലാത്തത് കൊണ്ട് വർക്ക് ഇസ് 0. ഇനി പോസിറ്റീവ് നെഗറ്റീവ് ആൻഡ് 0 വർക്കിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. അതിന് മുന്നേ ആയിട്ട് വർക്കിനെ കുറിച്ച് നമുക്കൊന്ന് മനസ്സിൽ വെക്കേണ്ട പോയിന്റ്സ് ഒന്ന് സെഗ്രിഗേറ്റ് ചെയ്ത്, അതായത് ഒന്ന് ക്രോഡീകരിച്ച് ഞാനൊന്ന് പറയാം. ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് വർക്ക് ഇസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി. വർക്കിന് പോസിറ്റീവ് നെഗറ്റീവ് 0 വാല്യൂസ് എടുക്കാൻ പറ്റും, പക്ഷേ അതിന്റെ അർത്ഥം അത് വെക്ടർ ആണെന്നല്ല, ഇറ്റ് ഈസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി. കാരണം വർക്ക് എന്ന് പറയുന്നത് ഫോഴ്സിന്റെയും ഡിസ്പ്ലേസ്മെന്റിന്റെയും ഡോട്ട് പ്രോഡക്റ്റ് ആണ് നമ്മൾ എടുക്കുന്നത്. രണ്ടാമത്തത് നെഗറ്റീവ് വർക്ക് എന്ന് കാണുമ്പോഴേക്കും അത് വെക്ടർ ആണെന്ന് വിചാരിക്കരുത്. നെഗറ്റീവ് വർക്കിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നുണ്ടായിരിക്കുക എന്നാണ് നെഗറ്റീവ് വർക്കിന്റെ മീനിങ്. നെഗറ്റീവ് വർക്ക് ഡസന്റ് മീൻ ദാറ്റ് ഇറ്റ് ഇസ് എ വെക്ടർ ക്വാണ്ടിറ്റി. ഇതെല്ലാം നമുക്ക് ഈ അസർഷൻ റീസണിംഗ് ക്വസ്റ്റ്യൻസിലൊക്കെ വരാം. അതായത് വർക്ക് ഇസ് എ വെക്ടർ ബിക്കോസ് ഇറ്റ് ക്യാൻ ടേക്ക് അപ്പ് നെഗറ്റീവ് വാല്യൂ. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് കൺഫ്യൂസ്ഡ് ആവരുത്. വർക്ക് നെഗറ്റീവ് ആവുന്നതിന്റെ അർത്ഥം ഇറ്റ് ഈസ് വെക്ടർ എന്നല്ല,
ഇത് നെഗറ്റീവ് ആവുന്നത് എപ്പോഴാണ്? ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആവുമ്പോഴാണ്. വർക്കിന്റെ ഡയമെൻഷൻസ് യൂണിറ്റ് ആൻഡ് ഡയമെൻഷൻ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിരുന്നു. mL²T⁻² ആണ്. SI യൂണിറ്റ് എന്ന് പറയുന്നത് ജൂൾ ആണ്. ജൂൾ എന്ന് പറയുന്നത് ന്യൂട്ടൺ ഇൻറ്റു മീറ്റർ. കാരണം ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്, റൈറ്റ്? ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്, ഡിസ്പ്ലേസ്മെന്റിന്റെ മീറ്റർ ആണ്. ഇനി മറ്റു ചില യൂണിറ്റ്സ് കൂടി ഉണ്ട് വർക്കിന്, അതൊന്ന് പരിചയപ്പെട്ട് വെക്കാം. ergs ആണ് CGS സിസ്റ്റത്തിൽ വർക്കിന്റെ യൂണിറ്റ്. ഒരു erg എന്ന് പറയുന്നത് 10⁻⁻7 ജൂൾ ആണ്, അല്ലെങ്കിൽ ഒരു ജൂൾ എന്ന് വെച്ചാൽ 10⁻7 ergs ആണ്. ergs മാത്രമല്ല, വേറെയും ചില ഫെമിലിയർ ആയിട്ടുള്ള യൂണിറ്റ്സ് ഉണ്ട്. ഒന്ന് ഇലക്ട്രോൺ വോൾട്ട്. ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് എനർജി റിലേറ്റഡ് ടു ചാർജ്ഡ് പാർട്ടിക്കിൾസ്. ചാർജ്ഡ് പാർട്ടിക്കിൾസിന്റെ എനർജി ഒക്കെ പറയുന്ന സമയത്ത് ജൂളിനേക്കാളും കൂടുതലായിട്ട് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്ന യൂണിറ്റ് ആണ് ഇലക്ട്രോൺ വോൾട്ട്. ഇത് നിങ്ങൾ കെമിസ്ട്രിയിൽ യൂസ് ചെയ്യും, അതുപോലെ 12th വരുന്ന സമയത്ത് ഫിസിക്സിലും എനർജി റിലേറ്റഡ് ടു ചാർജ്ഡ് പാർട്ടിക്കിൾസ് ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ ഇലക്ട്രോൺ വോൾട്ട് യൂസ് ചെയ്യും. ആ സമയത്ത് SI യൂണിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യാനായിട്ടുള്ള നമ്പർ ഇതാണ്. ഒരു ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറയുന്നത് 1.6 × 10⁻⁹ ജൂൾ ആണ്. ബയോളജിക്കൽ പ്രോസസ് ഒക്കെ പറയുന്ന സമയത്ത്, നമ്മുടെ ബയോളജിക്കൽ എനർജി വർക്ക് ഒക്കെ പറയുന്ന സമയത്ത് കാലറീസ് ആണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. അതും SI യൂണിറ്റ് അല്ല. ഒരു കാലറി എന്ന് പറയുന്നത് 4.186 ജൂൾസ് ആണ്. 1 കിലോവാട്ട് അവർ. കിലോവാട്ട് അവർ എന്ന് പറയുന്നത് കൊമേഴ്ഷ്യൽ യൂണിറ്റ് ഓഫ് എനർജി ആണ്. അതായത് എനർജി ഓർ വർക്ക്, നമുക്ക് വലിയ മെഷീനറീസിനൊക്കെ ചെയ്യുന്ന വർക്കിനൊക്കെ പറയുന്ന സമയത്ത് ജൂൾ എന്ന് പറയുന്നത് വളരെ ചെറിയ യൂണിറ്റ് ആണ്. അപ്പൊ അതിനേക്കാളും വലുതായിട്ട് കൊമേഴ്ഷ്യലി നമ്മൾ പറയുന്ന സമയത്ത് കിലോവാട്ട് അവർ എന്ന് പറയുന്ന യൂണിറ്റ് ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, ഇനി കമ്മിങ് ടു ദ പോയിന്റ്, വെരി ഇമ്പോർട്ടന്റ് പോയിന്റ് വിച്ച് വിൽ ഹെൽപ്പ് യു ടു ആൻസർ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, പോസിറ്റീവ് വർക്ക്, സീറോ വർക്ക്, നെഗറ്റീവ് വർക്ക്. എപ്പോഴാണ് വർക്ക് പോസിറ്റീവ് ആവുന്നത്, സീറോ ആവുന്നത്, നെഗറ്റീവ് ആവുന്നത്? പോസിറ്റീവ് ആവാനായിട്ട് നമ്മൾ പറഞ്ഞു വർക്കിന്റെ ഫോർമുല W = FS cos θ ആണ്, റൈറ്റ്? അപ്പൊ ഈ കോസ് തീറ്റയില് നമുക്കറിയാം കോസിന്റെ വാല്യൂ ആംഗിൾ ബിറ്റ്വീൻ 0 and 90, കോസിന്റെ ആൻസർ എല്ലാം പോസിറ്റീവ് ആണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ W = FS cos θ, if theta is falling between 0 and 90, it's going to give you a positive work. അതായത് ആംഗിൾ ബിറ്റ്വീൻ ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് acute ആണെങ്കിൽ, ബിറ്റ്വീൻ 0 and 90 എന്ന് വെച്ചാൽ acute ആംഗിൾ ആണെങ്കിൽ വർക്ക് is said to be പോസിറ്റീവ്. ഓക്കെ, ഇനി എക്സാക്ട്ലി ഈക്വൽ ടു 90 ഡിഗ്രി ആണെന്ന് വിചാരിക്കാം. കോസ് 90യുടെ വാല്യൂ എത്രയാണ്? 0 ആണ്. അപ്പൊ W = ഇപ്പൊ ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് അത് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. 90 ഡിഗ്രി ആണ് അവ തമ്മിലുള്ള ആംഗിൾ എന്നുണ്ടെങ്കിൽ W എന്ന് പറയുന്നത് FS cos θ, cos 90 is nothing but 0, so work is going to be 0. അപ്പൊ വർക്ക് 0 ആവുന്ന കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് 3 കണ്ടീഷൻ ഉണ്ട്. ഒന്ന് ഡിസ്പ്ലേസ്മെന്റ് 0 ആയാൽ, രണ്ടാമത്തേത് ഫോഴ്സ് 0 ആണെങ്കിൽ, മൂന്നാമത്തേത് പെർപെൻഡിക്കുലർ ഡയറക്ഷനിലാണ് ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും എന്നുണ്ടെങ്കിലും എന്താണ്? വർക്ക് 0 ആണ്. acute ആംഗിൾ ആണ് ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും തമ്മിലുള്ളതെങ്കിൽ പോസിറ്റീവ് വർക്ക് എന്ന് പറയും. ഇനി ബിറ്റ്വീൻ 90 and 180, കോസ് 180 എന്നൊക്കെ പറയുന്നത്, കോസ് 180യുടെ വാല്യൂ ഒക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഇറ്റ് ഈസ് -1. ഓക്കെ, അപ്പോ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നു, അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഡിസ്പ്ലേസ്മെന്റ് സംഭവിക്കുന്നതെന്ന് വിചാരിക്കുക. എസ്പെഷ്യലി ഫ്രിക്ഷണൽ ഫോഴ്സ് ഒക്കെ, വർക്ക് ഡൺ ബൈ ഫ്രിക്ഷണൽ ഫോഴ്സ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഫ്രിക്ഷൻ വിൽ ബി ഓൾവേസ് ആക്ടിങ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആസ് ദാറ്റ് ഓഫ് ദ ഡിസ്പ്ലേസ്മെന്റ്, അല്ലെ? അപ്പൊ വർക്ക് ഡൺ ബൈ ഫ്രിക്ഷൻ വിൽ ബി നെഗറ്റീവ്. അപ്പോ ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ, അതായത് ഒബ്റ്റ്യൂസ് ആംഗിൾ ആണ് ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും തമ്മിൽ ഉണ്ടാക്കുന്നത് എന്നുണ്ടെങ്കിൽ വർക്ക് ഈസ് സെഡ് ടു ബി നെഗറ്റീവ്. അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ, സ്കെയിലാർ പ്രോഡക്റ്റ് എന്താണെന്ന് പഠിച്ചു, എന്താണ് വർക്ക്, വർക്കിന്റെ എല്ലാ പ്രത്യേകതകളും പഠിച്ചു, സ്കെയിലാർ ആണെന്ന് പഠിച്ചു, അതുപോലെ അതിന്റെ യൂണിറ്റ് പഠിച്ചു, പോസിറ്റീവ്, നെഗറ്റീവ്, സീറോ വർക്ക് എല്ലാം പോസിബിൾ ആണെന്ന് പഠിച്ചു. പോസിറ്റീവ് വർക്ക് എപ്പോഴാണ് വരുന്നത്? when angle between force and displacement is acute. 0 വരുന്നത് ഫോഴ്സ് 0 ആവുമ്പോൾ, അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് 0 ആവുമ്പോൾ, അല്ലെങ്കിൽ ആംഗിൾ 90 ഡിഗ്രി ആവുമ്പോൾ. ഇനി നെഗറ്റീവ് എപ്പോഴാണ് വരുന്നത്? when angle between force and displacement is obtuse, അതായത് 90 ഡിഗ്രിനേക്കാളും മുകളിൽ 180 ഡിഗ്രിക്ക് ഇടയ്ക്ക് വരുമ്പോഴാണ് എന്ത് പറഞ്ഞത്? വർക്ക് ഈസ് സെഡ് ടു ബി നെഗറ്റീവ്. അപ്പൊ ഈ ടോപ്പിക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് എനർജിനെ കുറിച്ചാണ്. അത് നമുക്ക് അടുത്ത പാർട്ട് ഓഫ് ദി വീഡിയോയിലൂടെ പഠിക്കാം. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ ഫീഡ്ബാക്സോ ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അക്കാഡമിയുടെ സബ്സ്ക്രിപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ കോമ്പറ്റീവ് എക്സാംസിനുള്ള പ്രിപ്പറേഷൻസ് ഇപ്പോഴേ തുടങ്ങാൻ ശ്രമിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ വണ്ടർഫുൾ ഡേ അഹെഡ് ടു ഓൾ ഓഫ് യു.